വാസിഷ്ഠസുധ യോഗ വാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് തുടരുന്നു. നിർവാണ പ്രകരണം, ഭൂശുണ്ഡ ഉപാഖ്യാനം, പേജ് 297. 263 ശ്ലോകം. രസായനമയീ ശാന്ത പരമാനന്ദദായിനി നാനന്ദയതി കം നാമ സാധു സംഗമ ചന്ദ്രികാ. രസായനമയീ ശാന്ത പരമാനന്ദദായിനി നാനന്ദയതി കം നാമ സാധു സംഗമ ചന്ദ്രികാ. മനസ്സിനെ അത്യന്തം കുളിർപ്പിക്കുന്നതും ശാന്തിമയവും ആനന്ദദായിനിയുമായ സാധു സംഗമ ചന്ദ്രിക ആരെയാണ് സുഖിപ്പിക്കാത്തത്? ഇതിൽ പരം എനിക്കിനി ഒരു കുശലവും വരാനില്ല. എല്ലാ ഏഷണകളും ഒഴിഞ്ഞു മാറിയവരായ സത്യദർശികളെ കണ്ടെത്തുന്നതിൽ കവിഞ്ഞ് മറ്റെന്തു ഭാഗ്യമാണ് വരാനുള്ളത്? ഭഗവൻ, ഞാൻ ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ മുഴുകിക്കഴിയുന്നവനാണ്. എങ്കിലും അങ്ങയുടെ വരവ് എന്നിൽ പുതിയൊരു ഉണർവുണ്ടാക്കുന്നതുപോലെ തോന്നുന്നു. എൻ്റെ സംസാരക്ലേശമെല്ലാം തീർന്നിരിക്കുന്നു. ഇന്നെൻ്റെ ജന്മം പൂർണ്ണമായും സാഫല്യമടഞ്ഞിരിക്കുന്നു. സകല ഭയങ്ങളെയും അപ്പാടെ ഹരിക്കുന്നത് തന്നെയാണ് സാധു സംഗമം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഇങ്ങനെ പറഞ്ഞ് ഭൂശുണ്ഡ കാകൻ വീണ്ടും എനിക്കായി അർഘ്യപാദങ്ങൾ അർപ്പിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങയെപ്പോലെ ബ്രഹ്മനിഷ്ഠരാണല്ലോ അങ്ങയുടെ സഹോദരങ്ങളും. അവരൊക്കെ എവിടെയാണ്? ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഭൂഷുണ്ഡൻ പറഞ്ഞു, മുനെ, ഞങ്ങൾ ഇവിടെ താമസമാക്കിയിട്ട് കാലം വളരെ കഴിഞ്ഞു പോയിരിക്കുന്നു. മഹാമതേ, അനേകം യുഗങ്ങളും കൽപ്പങ്ങളും കടന്നുപോയിരിക്കുന്നു. അതിനിടയിൽ എൻ്റെ അനുജന്മാരെല്ലാം പുല്ലുപോലെ അവരുടെ ദേഹം വലിച്ചെറിഞ്ഞ് ബ്രഹ്മൈക്യം പ്രാപിക്കുകയുണ്ടായി. 264 ശ്ലോകം. ദീർഘായുഷോ മഹാന്തോപി സന്തോപി ബലിനോപി വാ സർവ ഏവ നിഗീര്യന്തേ കാലേനാകലിതാത്മനാ. ദീർഘായുസ്സുകൾ, മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, ബലവാന്മാർ എന്നുവേണ്ട എല്ലാവരും തന്നെ അവ്യക്തഗതിയായ കാലത്താൽ ഗ്രസിക്കപ്പെടുന്നു. വസിഷ്ഠൻ ചോദിച്ചു, മഹാമതേ, കൽപ്പാന്തങ്ങളിൽ അഗ്നിയും ജലവും കാറ്റും ഭീഷണരൂപം കൈക്കൊണ്ട് ജഗത്തിനെ മുഴുവൻ താറുമാറാക്കുമ്പോൾ, ദ്വാദശാദിത്യന്മാർ ചൂടുകൊണ്ട് വരട്ടുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് അങ്ങ് വ്യാകുലത കൂടാതെ രക്ഷപ്പെടുന്നത് എങ്ങനെ? ഭൂഷുണ്ഡൻ മറുപടി നൽകി, കൽപ്പാന്തത്തിൽ ലോകവ്യവഹാരം മുഴുവൻ നിലയ്ക്കുമ്പോൾ ഒരു കൃതഘ്നനെ പോലെ ഞാൻ എൻ്റെ ഈ കൂട് വിട്ടുപോകും. കൽപ്പനകളെല്ലാം വെടിഞ്ഞ് ഞാൻ ആകാശത്തിൽ തുടർന്ന് നിലകൊള്ളും. വാസനകളെല്ലാം ഒഴിഞ്ഞ മനസ്സ് പ്രകൃതി വൈകൃതങ്ങളൊന്നും അനുഭവിക്കാതെ സ്ഥിതി ചെയ്യും പോലെ. വാസനകളെല്ലാം ഒഴിഞ്ഞ മനസ്സ് പ്രകൃതി വൈകൃതങ്ങളൊന്നും അനുഭവിക്കാതെ സ്ഥിതി ചെയ്യും പോലെ ഞാൻ ആകാശത്തിൽ തുടർന്ന് നിലകൊള്ളും. ആകാശമുറ്റത്ത് ആദിത്യന്മാർ തപിക്കുമ്പോൾ ഞാൻ വരുണനാണെന്ന ഭാവന ദൃഢപ്പെടുത്തി ചൂടേൽക്കാതെ കഴിച്ചുകൂട്ടും. സദാ ജലമധ്യത്തിൽ കഴിയുന്ന വരുണനെ പുറത്തുള്ള ചൂടൊന്നും ദുഃഖിപ്പിക്കുന്നില്ലെന്ന് പ്രസിദ്ധി. പ്രളയകാലത്തെ കൊടുങ്കാറ്റ് സാധാരണ പർവ്വതങ്ങളെയൊക്കെ പൊടിപ്പെടുത്തിക്കൊണ്ട് വീശിയടിക്കുമ്പോൾ ഞാൻ ഒരു അസാധാരണ പർവ്വതമാണെന്ന ധാരണ ബലപ്പെടുത്തി ആകാശത്ത് നിശ്ചലമായി നിലകൊള്ളും. അസാധാരണ പർവ്വതങ്ങളെയൊന്നും കൊടുങ്കാറ്റ് ഇളക്കി മറിക്കാറില്ലല്ലോ. ചിത്തം എന്തു ധാരണയിൽ ഉറയ്ക്കുന്നുവോ വ്യക്തി അതായിത്തീരുന്നു എന്നാണല്ലോ നിയമം. ഒരിക്കൽ കൂടി വായിക്കാം. ചിത്തം എന്തു ധാരണയിൽ ഉറയ്ക്കുന്നുവോ വ്യക്തി അതായിത്തീരുന്നു എന്നാണല്ലോ നിയമം. ധാരണയ്ക്ക് ഉറപ്പ് വേണം എന്നു മാത്രം. പ്രളയജലം പെരുകി പെരുകി മേരു തുടങ്ങിയ പർവ്വതങ്ങൾ പോലും മുങ്ങി ലോകം ഏകാർണവമായി ഭവിക്കുമ്പോൾ ഞാൻ വായുവാണെന്നുള്ള വായവീധാരണ ഉറപ്പിച്ചുകൊണ്ട് ആ പ്രളയക്കെടുതിയിൽ അവ്യാകുലനായി സ്ഥിതി ചെയ്യും. കൽപ്പാന്തത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ അപ്രത്യക്ഷമാകുമ്പോൾ അതിനപ്പുറമുള്ള പരമപദത്തിലെത്തി സുഷുപ്തിയിലെന്ന പോലെ നിശ്ചലനായി നിൽക്കും. കൽപ്പാന്തം കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിക്കുമ്പോൾ വീണ്ടും ഈ രൂപം കൈക്കൊണ്ട് ഇവിടെ വന്ന് വിശ്രമിക്കും. മുനെ, എല്ലാം ആവർത്തനമാണ്.
എൻ്റെ സങ്കല്പമനുസരിച്ച് ഓരോ കൽപ്പത്തിലും വീണ്ടും വീണ്ടും ഈ കൽപ്പവൃക്ഷം ഇവിടെ ഇങ്ങനെ ഈ കൊടുമുടിയിൽ രൂപം കൊള്ളുകയും ചെയ്യും. മുനെ, എല്ലാം ആവർത്തനമാണ്. എൻ്റെ കൽപ്പന, എൻ്റെ സങ്കല്പമനുസരിച്ച് ഓരോ കൽപ്പത്തിലും വീണ്ടും വീണ്ടും ഈ കൽപ്പവൃക്ഷം ഇവിടെ ഇങ്ങനെ ഈ കൊടുമുടിയിൽ രൂപം കൊള്ളുകയും ചെയ്യും. ഇത്രയുമായപ്പോൾ വസിഷ്ഠൻ ചോദിച്ചു, അല്ലയോ യോഗീന്ദ്ര, അങ്ങ് ഉറപ്പുറ്റ ധാരണകളിൽ കൂടി ഇങ്ങനെയെല്ലാം കഴിഞ്ഞുകൂടുന്നു. കൽപ്പാന്തങ്ങളിൽ മറ്റു യോഗിമാർ എന്തുകൊണ്ടാണ് ഈ മാർഗം അവലംബിക്കാത്തത്? ഭൂസുണ്ഡൻ മറുപടി നൽകി, ബ്രഹ്മൻ പ്രപഞ്ചപ്രവർത്തനത്തിൽ പ്രകൃതി നിയമമാണ് അങ്ങേയറ്റത്തെ നിയമം. അതിൻ്റെ പേരാണ് നിയതി. വ്യക്തികളൊക്കെ നിയതിയുടെ വെറും അടിമകൾ. പരമേശ്വരിയായ ആ നിയതിയെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഭാവന ചെയ്ത് ജീവിക്കണം എന്നാണ് നിയതി. മറ്റുള്ളവർ അങ്ങനെയൊക്കെ. 265 ശ്ലോകം. ന ശക്യതേ ചാലയിതുമവശ്യം ഭവിതവ്യത യദ്യഥാ തത്തഥൈതദ്ധി സ്വഭാവസ്യൈഷ നിശ്ചയഃ. അവശ്യം ഭവിതവ്യത, ഗുണഘടനയനുസരിച്ച് സംഭവിച്ചേ തീരൂ എന്നുള്ളത് ചാലയിതും, അങ്ങനെ അല്ലാതാക്കാൻ ന ശക്യതേ, ഒരിക്കലും സാധ്യമല്ല. യത് യഥ, ഏത് എങ്ങനെയാണോ നടക്കേണ്ടത്, തത് തഥ, അതങ്ങനെ നടന്നേ തീരൂ. ഏതത് ഹി, ഇതുതന്നെയാണ് സ്വഭാവസ്യ ഏഷഃ നിശ്ചയഃ, ഗുണഘടനാരൂപമായ സ്വഭാവത്തിൻ്റെ ഈ നിശ്ചയം. ഗുണഘടനയനുസരിച്ച് സംഭവിച്ചേ തീരൂ എന്നത് അങ്ങനെയല്ലാതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഏത് എങ്ങനെയാണോ നടക്കേണ്ടത് അതങ്ങനെ നടന്നേ തീരൂ. ഇതുതന്നെയാണ് ഗുണഘടനാരൂപമായ സ്വഭാവത്തിൻ്റെ ഈ നിശ്ചയം. സ്വഭാവശേഷ നിശ്ചയ, വേദാന്തശാസ്ത്രത്തിൽ സുപ്രസിദ്ധമായി തീർന്നിട്ടുള്ള ഒരു പ്രപഞ്ച പ്രവർത്തന നിയമമാണ് ഭൂഷുണ്ഡ യോഗീന്ദ്രൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഗീത 5-ാം അധ്യായം 14-ാം ശ്ലോകത്തിൽ ഈ നിയമം സുസ്പഷ്ടമായി അർജുനന് വിവരിച്ചു കൊടുക്കുന്നു. ഈശ്വരൻ ഓരോരുത്തർക്കും കർത്തൃത്വമോ കർമ്മമോ ഒന്നും വീതിച്ചു കൊടുക്കുന്നില്ല. ഓരോരുത്തരുടെയും സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് സ്വഭാവം? ഓരോ ജീവനും എത്തി നിൽക്കുന്ന ഗുണമണ്ഡലമാണ് അതിൻ്റെ സ്വഭാവം. ശുദ്ധബോധത്തിൽ ശക്തിസ്പന്ദനം ആരംഭിച്ചാൽ സുസ്ഥിരങ്ങളായ ഗുണമണ്ഡലങ്ങളെ ഉളവാക്കിക്കൊണ്ടാണ് സ്പന്ദിച്ച് മുന്നേറുന്നത്. സത്വരജസ് തമോ ഗുണങ്ങൾ പല അളവിലും കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നവയാണ് ഈ ഗുണമണ്ഡലങ്ങൾ. സത്വം ജ്ഞാനത്തിൻ്റെയും, രജസ് കർമ്മത്തിൻ്റെയും, തമസ് മോഹത്തിൻ്റെയും ഗുണങ്ങളാണ്. ബ്രഹ്മപ്രതിബിംബമായ ജീവൻ ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ഗുണമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നു. ഗുണമണ്ഡലങ്ങളിലൂടെയുള്ള ജീവൻ്റെ യാത്രയാണ് സംസാരയാത്ര. ഗുണമണ്ഡലങ്ങൾ സ്ഥിരങ്ങളാണ്. എന്നാൽ ഏത് ഗുണമണ്ഡലത്തിൽ നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവനുണ്ട്. ജീവന് വേണമെങ്കിൽ ഗുണമണ്ഡലങ്ങളിൽ മാറി മാറി സഞ്ചരിക്കാം. സഞ്ചാരമേ വേണ്ടെന്ന് ഉണ്ടെങ്കിൽ യാത്ര മതിയാക്കി ബിംബമായ സ്വരൂപത്തിലേക്ക് മടങ്ങാം. അതാണ് മോക്ഷം. പക്ഷേ സഞ്ചാരം തുടരുന്നിടത്തോളം ഏത് ഗുണമണ്ഡലങ്ങളിൽ നിൽക്കുന്നുവോ അതനുസരിച്ച് കർമ്മവും കർമ്മഫലവും സംഭവിച്ചേ തീരൂ. സഞ്ചാരത്തിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ മാറാം. ഒരിടത്ത് നിൽക്കുന്നിടത്തോളം അവിടുത്തെ ഗുണനിയമം. ഇതാണ് അലംഘനീയമായ സ്വഭാവ പ്രവർത്തന നിയമം. ഒരിക്കൽ കൂടെ വായിക്കാം. ബ്രഹ്മപ്രതിബിംബമായ ജീവൻ ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ഗുണമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നു. ഗുണമണ്ഡലങ്ങളിലൂടെയുള്ള ജീവൻ്റെ യാത്രയാണ് സംസാരയാത്ര. ഗുണമണ്ഡലങ്ങൾ സ്ഥിരങ്ങളാണ്. എന്നാൽ ഏത് ഗുണമണ്ഡലത്തിൽ നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവനുണ്ട്. ജീവന് വേണമെങ്കിൽ ഗുണമണ്ഡലങ്ങളിൽ മാറി മാറി സഞ്ചരിക്കാം. സഞ്ചാരമേ വേണ്ടെന്നുണ്ടെങ്കിൽ യാത്ര മതിയാക്കി ബിംബമായ സ്വരൂപത്തിലേക്ക് മടങ്ങാം. അതാണ് മോക്ഷം. പക്ഷേ സഞ്ചാരം തുടരുന്നിടത്തോളം ഏത് ഗുണമണ്ഡലത്തിൽ നിൽക്കുന്നുവോ അതനുസരിച്ച് കർമ്മവും കർമ്മഫലവും സംഭവിച്ചേ തീരൂ. സഞ്ചാരത്തിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ മാറാം. ഒരിടത്തു നിൽക്കുന്നിടത്തോളം അവിടുത്തെ ഗുണനിയമം. അതാണ് അലംഘനീയമായ സ്വഭാവ പ്രവർത്തന നിയമം. ഒരു ജീവൻ മുക്തൻ്റെ പോലും ശരീരം ഈ സ്വഭാവ നിയമത്തെ അംഗീകരിച്ചേ പറ്റൂ.
അതുകൊണ്ട് ഭൂഷുണ്ട യോഗീന്ദ്രൻ ഇങ്ങനെ, മറ്റുള്ള യോഗീന്ദ്രന്മാരങ്ങനെ. ഇത്രയുമായപ്പോൾ വസിഷ്ഠൻ ആരാഞ്ഞു, ഹേ മഹായോഗിൻ, അങ്ങ് ജ്ഞാനവിജ്ഞാന സമ്പന്നനായ ധീരനാണ്. യോഗനിശ്ചയത്തോടെ മനോഗതിയെ വ്യാപരിപ്പിക്കുന്നവനാണ്. അങ്ങയുടെ ചിരകാല ജീവിതത്തിൽ ഈ പ്രപഞ്ചഗതിയിലെ വിചിത്രങ്ങളായ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയിലുള്ളത്? ഒന്ന് വെളിപ്പെടുത്താമോ? ഭൂഷുണ്ടൻ പറഞ്ഞു, പലതും ഓർക്കുന്നുണ്ട്. ഭൂമിയുടെ തന്നെ പല രൂപങ്ങൾ മുൻകൽപ്പങ്ങളിൽ കണ്ടവ എൻ്റെ ഓർമ്മയിലുണ്ട്. ഭൂമി വലിയ പാറക്കൂട്ടങ്ങളും വലിയ വൃക്ഷങ്ങളും കൊണ്ട് മാത്രം നിറഞ്ഞിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു. പുല്ലുകളും ചെടികളും തീരെ ഇല്ലാതിരുന്ന ഒരു കാലം. ഇനിയും പർവ്വതങ്ങളോ വനവൃക്ഷങ്ങളോ ഇല്ലാതിരുന്ന മറ്റൊരു കാലം. ഒരു കാലത്ത് ഭൂമി 11,000 വർഷത്തോളം വെറും ഭസ്മം മൂടിക്കിടന്നിരുന്നതായി ഞാൻ ഓർക്കുന്നു. മറ്റൊരു ചതുർയുഗം മുഴുവൻ വനവൃക്ഷങ്ങൾ ഇടതിങ്ങി നിറഞ്ഞതായി കാണപ്പെട്ടിരുന്നു. പിന്നെയും ഒരു ചതുർയുഗം ഇടതിങ്ങിയ പർവ്വതങ്ങളോട് കൂടിയതായി വർത്തിച്ചിരുന്നു. ഒരിക്കൽ അഗസ്ത്യൻ്റെ അഭാവത്തിൽ നിയാമകനില്ലാതെ വിന്ധ്യപർവ്വതത്താൽ മാത്രം ആപൂരിതയായി കിടന്നിരുന്നു ധര. ജഗത്തിൻ്റെ കൊച്ചു കുടീരമായ ഈ ഭൂമിക്ക് തന്നെ എന്തെല്ലാം രൂപഭേദങ്ങൾ! ഒരു കാലത്ത് ഈ ഭൂമിയിൽ ബ്രാഹ്മണരൊക്കെ കുടിയന്മാരായിരുന്നു. മഹർഷേ, ശൂദ്രന്മാർ മദ്യം തൊടാത്തവരും. ഒരു കാലത്ത് ഈ ഭൂമിയിൽ ബ്രാഹ്മണരൊക്കെ കുടിയന്മാരായിരുന്നു. മഹർഷേ, ശൂദ്രന്മാർ മദ്യം തൊടാത്തവരും. കുലാങ്കനമാരൊക്കെ സ്വൈരിണികളായി ജീവിച്ചിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു. സൂര്യചന്ദ്രന്മാരുടെ ജനനം, ഇന്ദ്രൻ്റെയും ഉപേന്ദ്രൻ്റെയും ആവിർഭാവം, ഹിരണ്യാക്ഷൻ ഭൂമിയെ അപഹരിച്ചത്, വരാഹമായി അവതരിച്ച് വിഷ്ണു ഭൂമിയെ ഉദ്ധരിച്ചത് എല്ലാം ഞാൻ നല്ലപോലെ ഓർക്കുന്നു. മന്വന്തരം തോറും ഭരണാധികാരികളായ രാജാക്കന്മാരെ കൽപ്പിക്കുന്നത്, സോമകാസുരനാൽ അപഹരിക്കപ്പെട്ട വേദങ്ങളെ മത്സ്യാവതാരത്തിലൂടെ ഭഗവാൻ വീണ്ടെടുത്തത് എല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. മന്ദരപർവ്വതത്തെ പിഴുതുകൊണ്ടുവന്ന് മത്താക്കി അമൃതനായി പാലാഴി കടഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. ചിറകുമുളയ്ക്കാത്ത ഗരുഡനെ ഞാൻ ഓർക്കുന്നു. സമുദ്രങ്ങളുടെയൊക്കെ ഉൽപ്പത്തി ഞാൻ കണ്ടതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായ പ്രപഞ്ചോൽപ്പത്തി ക്രമങ്ങൾ എത്രയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഓർമ്മിക്കാവുന്നതല്ലേയുള്ളൂ. മഹാമുനെ, ഇതിലെന്താണൊരു പ്രത്യേകത? ഇനിയും നിങ്ങളെപ്പോലുള്ള ഋഷിമാരുടെയും മറ്റും സൃഷ്ടി ഇന്നുവരെയുള്ളത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഭരദ്വാജൻ, പുലസ്ത്യൻ, അത്രി, നാരദൻ, മരീചി, സനത്കുമാരാദി സഹോദരന്മാർ, ഭൃഗു, ഈശൻ, സുബ്രഹ്മണ്യൻ, ഗണപതി ഇവരൊക്കെ ജനിച്ചത് എനിക്കറിയാം. ഗൗരി, സരസ്വതി, ലക്ഷ്മി, ഗായത്രി ഇങ്ങനെ ദേവിമാരുടെയൊക്കെ സൃഷ്ടി ഓർമ്മയിൽ വരുന്നു. ഇങ്ങനെ എത്ര എണ്ണമില്ലാത്ത സൃഷ്ടികൾ എത്രമാത്രം ആവർത്തിച്ചു സംഭവിച്ചു. മുനെ, ബ്രഹ്മപുത്രനായി അങ്ങയുടെ 8ാമത്തെ ജന്മമാണ് ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നത്. വസിഷ്ഠമുനെ, ബ്രഹ്മപുത്രനായി അങ്ങയുടെ 8ാമത്തെ ജന്മമാണ് ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നത്. അങ്ങനെ 8ാം തവണയാണ് അങ്ങ് എന്നെ കണ്ടുമുട്ടിയിരിക്കുന്നത്. ചിലപ്പോഴങ്ങ് ആകാശത്തു നിന്നും ജനിക്കുന്നു, ചിലപ്പോൾ വെള്ളത്തിൽ നിന്നും, ചിലപ്പോൾ പർവ്വതത്തിൽ നിന്നും, ചിലപ്പോൾ തീയിൽ നിന്നും. പ്രളയത്തിൽ മറഞ്ഞിട്ട് ഭൂമി 5 തവണ പൊന്തി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 5 തവണയും ആ സമുദ്രത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ. അമൃതിനു വേണ്ടി 12 തവണ പാലാഴി കടഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഹിരണ്യാക്ഷൻ 3 തവണ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോയത് എനിക്കറിയാം. വിഷ്ണു 6 പ്രാവശ്യം രേണുകാപുത്രനായി പരശുരാമനായി ജനിച്ചത് ഞാൻ ഓർക്കുന്നു. 100 കലിയുഗങ്ങൾ എൻ്റെ ഓർമ്മയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. വിഷ്ണു 100 പ്രാവശ്യം ബുദ്ധനായി അവതരിച്ചിട്ടുണ്ട്. ശിവൻ 30 പ്രാവശ്യം ത്രിപുരദഹനം നടത്തിയതും 2 പ്രാവശ്യം ദക്ഷയാഗം മുടക്കിയതും എനിക്കറിയാം. 10 പ്രാവശ്യം ശിവൻ കോപിച്ച് ഇന്ദ്രനെ നശിപ്പിച്ചത് ഞാൻ അറിയുന്നു. ബാണനു വേണ്ടി ശിവൻ 8 പ്രാവശ്യം യുദ്ധം ചെയ്തതായി ഓർക്കുന്നു. അദ്ദേഹം മറ്റു 3 യാഗങ്ങൾ മുടക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ യുഗങ്ങളിലും മനുഷ്യരുടെ ബുദ്ധി കൂടിയും കുറഞ്ഞുമിരിക്കുന്നത് കൊണ്ട് ക്രിയാംഗ പാഠ വൈചിത്ര്യത്തോടുകൂടി വേദങ്ങൾ പ്രചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ യുഗങ്ങളിലും മനുഷ്യരുടെ ബുദ്ധി കൂടിയും കുറഞ്ഞുമിരിക്കുന്നത് കൊണ്ട് ക്രിയാംഗ പാഠ വൈചിത്ര്യത്തോടുകൂടി വേദങ്ങൾ പ്രചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തി പാഠ വൈചിത്ര്യത്തോടുകൂടി ഓരോ യുഗത്തിലും പുരാണങ്ങൾ രൂപം കൊള്ളുന്നതും വിട്ടുപോകുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. രാമായണം എന്നു പേരുള്ള ആശ്ചര്യമയവും ജ്ഞാനശാസ്ത്രവുമായ ഇതിഹാസം 1,00,000 ശ്ലോകങ്ങളോടുകൂടി അന്നന്ന് രചിക്കപ്പെടുന്നതായി എനിക്കറിയാം. വാൽമീകി എന്നു പേരുള്ള ജീവൻ ഓരോ യുഗത്തിലും മാറി മാറി മുൻയുഗങ്ങളിൽ അവസാനം വിസ്മൃതിയിലാണ്ട് പോകുന്ന രാമായണം വീണ്ടും വീണ്ടും രചിക്കുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഭാരതമെന്ന പേരുള്ള മഹത്തായ മറ്റൊരു ഇതിഹാസം, അതും ഓരോ യുഗാന്തത്തിലും വിസ്മൃതമായിട്ട് വ്യാസനാൽ വീണ്ടും വീണ്ടും രചിക്കപ്പെട്ടു പോന്നു.
വ്യാസജീവൻ ഓരോ യുഗത്തിലും മാറി മാറി വന്ന് അങ്ങനെ വിസ്മൃതമാകുന്ന ഭാരതം 7 തവണ രചിച്ചതായിട്ട് എനിക്കറിയാം. രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്യാനായി ഇനി 11ാമത് വിഷ്ണുവിൻ്റെ രാമാവതാരം വരാൻ പോകുന്നത് ഞാൻ ഓർക്കുന്നു. അല്ലയോ മുനീശ്വര, വാസുദേവ ഗൃഹത്തിൽ ഭൂഭാരം കുറയ്ക്കാനായി ഇനി ഇതാ 16ാം പ്രാവശ്യമാണ് കൃഷ്ണാവതാരം എൻ്റെ കണക്കിന് വരാൻ പോകുന്നത് മുനേ. 266 പദ്യം. ജഗന്മയീ ഭ്രാന്തിരിയം ന കദാചന വിദ്യത്തെ വിദ്യതേതു കദാചിച്ച ജലബുദ്ബുദവത്സിത. ജഗന്മയീ ഇതം ഭ്രാന്തി, ജഗത്തായി കാണപ്പെടുന്ന ഈ ഭ്രമം കദാചന ന വിദ്യത്തെ, ഒരിക്കലും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. കദാചിത്തു വിദ്യതേച്ച, ചിലപ്പോഴാകട്ടെ ഉള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നു. ജലബുദ്ബുദവത് സ്ഥിത, ഇത് വെള്ളത്തിലെ കുമിളകൾ പോലെ കാണപ്പെടുന്നതാണ്. ജഗത്തായി കാണപ്പെടുന്ന ഈ ഭ്രമം ഒരിക്കലും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. ചിലപ്പോഴാകട്ടെ ഉള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നു. ഇത് വെള്ളത്തിലെ കുമിളകൾ പോലെ കാണപ്പെടുന്നതാണ്. ന കദാചന വിദ്യത്തെ, ജഗത്ത് ഒരു ഭ്രമാനുഭവമാണ്. ഭ്രമാനുഭവമൊന്നും ഒരിക്കലും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതോ? എല്ലാ ഭ്രമാനങ്ങളുടെയും സ്വഭാവം അതാണ്. ഒരിക്കലും ഇല്ലാതിരിക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടെന്ന് തോന്നുക. സ്വപ്നാനുഭവം ഉത്തമ ദൃഷ്ടാന്തമല്ലേ? വാസ്തവത്തിൽ ഒരിക്കലും വാസ്തവമല്ലാത്ത ഭ്രമമല്ലേ സ്വപ്നം? എങ്കിലും ചിലപ്പോഴൊക്കെ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടല്ലോ. അവിടെ ഉള്ളത് സ്വപ്നദ്രഷ്ടാവ് മാത്രമല്ലേ? മറ്റെല്ലാം വെറും ഭ്രമം. സത്യം കണ്ടുണരുന്ന നിമിഷം ഇത് ബോധ്യമാകും. ആട്ടെ, സത്യം കണ്ടുണർന്ന ഭൂഷുണ്ഡ യോഗീന്ദ്രനും ഈ ഭ്രമം ഉണ്ടാകുന്നുണ്ടല്ലോ. അതിനെന്താണ്? ഭ്രമദേഹവും ഇന്ദ്രിയങ്ങളും ഉള്ളിടത്തോളം ഏതു ജീവൻ മുക്തനും ഈ ഭ്രമം തോന്നാം. സ്വപ്നം കണ്ടുണർന്നയാളും സ്വപ്നദൃഷ്ടിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പതിവല്ലേ? പക്ഷേ ഉണർന്നയാളിന് സ്വപ്നം ഭ്രമമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നത്തെ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് ഭയത്തിൻ്റെ കണിക പോലുമില്ല. അതുപോലെയാണ് ജീവൻ മുക്തൻ്റെ പ്രപഞ്ചാനുഭവം. അദ്ദേഹം പ്രപഞ്ചം ഭ്രമമാണെന്ന് അറിഞ്ഞുകൊണ്ട് വ്യവഹരിക്കുന്നു. അതുകൊണ്ട് ആനന്ദമല്ലാതെ ശോകം ഒരിക്കലും അദ്ദേഹത്തെ പിടികൂടുന്നില്ല. ലൗകികൻ പ്രപഞ്ചം സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് ഭ്രമിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് സദാ ദുഃഖിക്കേണ്ടതായും വരുന്നു. ഭൂഷുണ്ഡൻ പറഞ്ഞു, മഹർഷേ, ബോധസ്വരൂപത്തിൽ സംഭവിക്കുന്ന ഈ ദൃശ്യഭ്രമം ദുഃഖകരമായ അനിഷ്ട സംഭവമാണ്. വെള്ളത്തിൽ ചെറു കല്ലോലങ്ങൾ ഉണ്ടാവുകയും ലയിക്കുകയും ചെയ്യുന്നത് പോലെ ബോധത്തിൽ ഇതുണ്ടാവുകയും മറയുകയും ചെയ്യുന്നു. ഈ വടക്കുദിക്ക് മുൻപിവിടെ ഇല്ലായിരുന്നു. ഈ മേരുപർവ്വതവും ഇപ്പോഴത് നിൽക്കുന്ന അല്ലായിരുന്നു. വടക്കുദിക്ക് വേറൊരിടത്തായിരുന്നു, മേരുപർവ്വതവും വേറൊരിടത്തായിരുന്നു. മേരുപർവ്വത സ്ഥിതി മാറുന്നതോടെ സൂര്യൻ തുടങ്ങിയ സൗരയൂഥ ഘടകങ്ങളുടെ സഞ്ചാരഗതിയും മാറി വരുന്നു. കലിയുഗം കൃതയുഗാചാരങ്ങളോടുകൂടിയതായിത്തീരുന്നു. കൃതയുഗം കലിയുഗാചാരങ്ങളോടുകൂടിയതായും ഭവിക്കുന്നു. ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും ഈ വൈപരീതം സംഭവിച്ചിട്ടുള്ളതായി ഞാൻ നല്ലപോലെ ഓർക്കുന്നു. വസിഷ്ഠൻ ചോദിച്ചു, അല്ലയോ ഭൂഷുണ്ഡ യോഗീന്ദ്ര, അറിയാനുള്ള കൗതുകം കൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു. അങ്ങ് ജഗത്തിനുള്ളിൽ ഈ കൽപ്പവൃക്ഷ ലതാഗൃഹത്തിൽ ചിരകാലമായി ജീവിക്കുന്നു. ലോകവ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെടുന്നു. ഹേ പക്ഷിശ്രേഷ്ഠ, എന്നിട്ടും എന്താണ് മരണം അങ്ങയെ സമീപിക്കാത്തത്? ഭൂഷുണ്ഡൻ പറഞ്ഞു, ബ്രഹ്മൻ, അങ്ങ് ഇതിൻ്റെ എല്ലാം രഹസ്യം നല്ലവണ്ണം അറിയുന്നയാളാണ്. എങ്കിലും ബ്രഹ്മജിജ്ഞാസ പ്രസിദ്ധമാക്കാൻ വേണ്ടി ചോദിക്കുന്നു. പ്രഭുക്കന്മാർ ഭൃത്യരെ വാചാലരാക്കുന്നത് അവർക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. സജ്ജനങ്ങളുടെ ആജ്ഞയെ അനുസരിക്കുന്നതാണ് അവരുടെ പൂജ. 267 പദ്യം. ദോഷമുക്ത ഫലപ്രോദ വാസനാതന്തു സന്തതി ഹൃദി ന ഗ്രഥിതായസ്യ മൃത്യുസ്തം ന ജിഘാംസതി. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.